എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കുറേ നാളുകൾക്ക് ശേഷം ചന്ദ്രകാന്തത്തിൽ പിങ്കിക്കിട്ടൊരു പണി കൊടുക്കുന്ന സീൻ ഇന്നത്തെ എപ്പിസോഡിലാട്ടോ കണ്ടേ. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ റിവ്യൂ പറഞ്ഞു തുടങ്ങുന്നത്. ഏതായാലും ആദ്യം കാണിക്കുന്നത് മോഹിനിയും മഹേശ്വരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, അർജുൻ പോയതിന് ശേഷം മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാനോ ഒന്ന് ചിരിക്കാനോ പോലും എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് മനസ്സിലൊരു ചെറിയ നെയ്ത്തിരിവട്ടം ഉണ്ടായി തുടങ്ങിയത്. ഇത്തിരി സന്തോഷമെങ്കിലും മനസ്സിലേക്ക് വന്നു തുടങ്ങിയത്. ഒരു പേരക്കുഞ്ഞുണ്ടാകാൻ പോവുകയാണല്ലോ, ഒരു മുത്തശ്ശനാകാൻ പോവുകയാണല്ലോ എന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതാണ് ഇപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ മഹേശ്വരൻ പറയുവാണ്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു കാരണമായി, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു വിഷമം കടന്ന് ഇങ്ങനെ തിളയ്ക്കുവാണ് എന്ന് പറയും. അന്നേരം എന്താടി നിനക്ക് അത്രയ്ക്ക് വിഷമം എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഗൗതമാണ് മൂത്തത് എങ്കിലും ഗൗതത്തേക്കാൾ മുന്നേ വിവാഹം കഴിച്ചതാണ് അരുൺ. എന്നിട്ടും അരുണിന് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇതുവരെ സാധിച്ചില്ല. അതിൻ്റെ വിഷമമാണ് എന്ന് പറയും. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ തീരുമാനിക്കുന്നത് മക്കൾ വേണോ വേണ്ടിയോ എന്നൊക്കെ. അതിൻ്റെ അകത്തേക്ക് ഒരു അഭിപ്രായം പറയാൻ പോലും നമുക്ക് സാധിക്കില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കും. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പവിത്ര വരുന്നുണ്ട്. അന്നേരം പവിത്രയോട് ഇത്തിരി ദേഷ്യത്തോടു കൂടി പറയുവാണ് മോഹിനി, നല്ല പ്രായം ഇപ്പോൾ അങ്ങ് കടന്നു പോകും. അതിനുശേഷം ഒരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ ലഭിക്കണമെന്നൊന്നുമില്ല, മക്കളുണ്ടാവണമെന്നുമില്ല. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അന്നേരം മോഹിനി ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഒറ്റയ്ക്ക് ഏറ്റെടുക്കാനോ, അപ്പോൾ അരുൺ എവിടെ പോവാണ് എന്ന് ചോദിക്കും. അന്നേരം പവിത്ര പറയും, അരുണുണ്ടോ? ഞാൻ അരുണേട്ടനെ കുറേ നാളായിട്ട് പകൽവട്ടത്ത് കണ്ടിട്ടില്ല. അരുണേട്ടൻ്റെ ഭാര്യയും മക്കളും എല്ലാം ആ കടയാണ്. ഈ രീതിയിലുള്ള കച്ചവട മനോഭാവം എന്ന് മാറുന്നു അന്ന് മതി എനിക്ക് കുഞ്ഞ് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ലക്ഷ്മി ഇറങ്ങി വരുവാണ്. ലക്ഷ്മിയോട് മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷ്മി, രാവിലെ ഒരു ചായ കിട്ടണമെങ്കിൽ ഇപ്പോൾ ശയനപ്രദക്ഷിണം ചെയ്യേണ്ട അവസ്ഥയാണല്ലോ എന്ന് പറയും. അന്നേരം പറയും, അയ്യോ ഞാൻ ചായ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമേ പിങ്കിമോളുടെ കാര്യം ഓർത്തത്, പിങ്കിക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറയും. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ എല്ലാവർക്കും പിങ്കി ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ്, നമുക്കൊക്കെ അത് കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് പറയുമ്പം ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമുള്ളൂ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ എന്നിങ്ങനെ പറയും. അന്നേരം ലക്ഷ്മി പറയും, അതെ നമ്മുടെ പേരക്കുട്ടിയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ട് നല്ല കെയറിൻ്റെ ആവശ്യമുണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക് എന്ന് പറയും. അന്നേരം മോഹിനി പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, എനിക്ക് മാത്രം അങ്ങനെയൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മി ഇങ്ങനെ പവിത്രയെ നോക്കും. അന്നേരം പവിത്ര പറയുവാണ്, എന്നെ നോക്കി സമയം കളയൊന്നും വേണ്ട, ഈ പറയുന്നതെല്ലാം നേരെ അങ്ങ് അരുണേട്ടനോട് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കില്ല എന്ന് പവിത്ര പറയും. അന്തേക്കുമാണ് അങ്ങോട്ടേക്ക് ഗൗതമനെ. അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ്, മോനെ നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോവുക എന്ന് പറയും. അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, അതെന്ത് നന്ദ ഇന്ന് കൂടെയില്ലാത്ത, അവൾ വന്നില്ലെന്ന് ചോദിക്കുമ്പം, നന്ദ ഇനി കുറച്ച് നാളത്തേക്ക് ലീവാണ് എന്ന് പറയും. അന്നേരം ലക്ഷ്മി, അതെന്താ ലീവ്, അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുവാണ്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇനി കുറച്ച് നാളത്തേക്ക് നന്ദ ലീവാണ്, പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കണം, അതിന് വേണ്ടിയാണ് അവൾ ലീവ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ മഹേശ്വരൻ പറയും, അതേതായാലും നല്ലതാണ്, ഒരാൾ കൂടെ നിന്ന് നോക്കുന്നത് പിങ്കിക്ക് ഒരു പിങ്കിക്ക് ഒരു ആശ്വാസമാകുമെന്നൊക്കെ മഹേശ്വരൻ പറയുന്നുണ്ട്. അന്നത്തേക്കും ലക്ഷ്മി, എടാ നീ ഇറങ്ങുന്നതിന് മുമ്പ് പിങ്കിയെ കണ്ടായിരുന്നോ? അന്നേരം ഗൗതം പറയും, ഇല്ല കണ്ടില്ല, അതെന്ത് പണിയാണ്, ഇനി നീ പോകുന്നതിന് മുമ്പും അതുപോലെ വന്നതിന് ശേഷവും ഒക്കെ പിങ്കിയെ പോയി ഒന്ന് കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യണം, നിൻ്റെ സാന്നിധ്യം നിൻ്റെ കുഞ്ഞ് അങ്ങനെയെങ്കിലും അറിയട്ടെ എന്ന്. എന്തൊക്കെയോ അതിൻ്റെ ആവശ്യമില്ലമ്മേ, അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, പിങ്കിയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്, അത് സമ്മതിച്ചു, പക്ഷേ ഞാൻ ഇന്നും അവളുടെ അടുത്ത് പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് ചോദിക്കും. എന്തൊക്കെയും മഹേശ്വരൻ, അങ്ങനെ വേണം, നീ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവളോട് പറഞ്ഞിട്ട് പോകണം, അതുപോലെ അവളുടെ അടുത്ത് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതോ ആ ഒരു സന്തോഷം നിൻ്റെ കുഞ്ഞിനോട് കിട്ടട്ടടാ, നീ ചെല്ല് എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ നിർബന്ധിച്ച് പിങ്കിയുടെ അടുത്തേക്ക് ഗൗതത്തെ പറഞ്ഞു വിടുവാണ്. ഇതൊക്കെ സീരിയലിൽ മാത്രമേ നടക്കുകയുള്ളൂ, നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഈ സമയം പിങ്കി റൂമിൽ ഇങ്ങനെ ഗൗതത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് പിങ്കി, ഗൗതം ഞാൻ ഇവിടെ ഉണ്ട്, എന്നിട്ടും എന്നെ കാണാൻ ഇങ്ങോട്ടൊന്ന് വരാൻ ഗൗതത്തിന് തോന്നുന്നില്ലേ, ഗൗതത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക. അതിനുശേഷം അവർ രാമേശ്വരത്ത് വെച്ച്
കണ്ടപ്പോൾ ഉണ്ടായിരുന്ന കുറേ സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഓർത്തിങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. അന്നേരം ഗൗതം ഇങ്ങനെ വരുന്നത് ബാക്കിയിലെ ഗ്ലാസ്സിലൂടെ കാണുവാണ് പിങ്കി. അദ്ദേഹം ഭയങ്കര സന്തോഷം മുഖത്ത്. അന്നേരം ഗൗതം ചോദിക്കും, എന്ത് ആലോചിക്കുമായിരുന്നു പിങ്കി? എന്തോ നല്ല കാര്യം ചിന്തിച്ചിങ്ങനെ സന്തോഷിച്ചിരിക്കുമായിരുന്നു തോന്നല്ലോ എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, അതേ ഗൗതം, ഞാൻ ചില നല്ല കാര്യങ്ങൾ, ഇതിനു മുമ്പ് നടന്ന പല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുക, ബാക്കിയുള്ളതിനൊക്കെ വേണ്ടാന്ന് വെച്ചേക്കണം എന്ന് പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ തോന്നത്തില്ല, മരണത്തിലേക്ക് പോകാൻ തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാനല്ലേ ഗൗതം ആഗ്രഹം, മരിക്കാനല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ നല്ല കാര്യങ്ങൾ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് എന്നെ ഇപ്പം മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയും, അങ്ങനെയുള്ള കാര്യങ്ങളിലെ മുറുക്കി പിടിച്ചോണം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒരു ബലം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഗൗതം. അന്തേക്കും പിങ്കി പറയുന്നുണ്ട്, ഏതായാലും എൻ്റെ ആ നല്ല ചിന്തകളെ, ആ ഓർമ്മകളെ മുറുക്കെ പിടിച്ചോളാം ഗൗതം പറഞ്ഞല്ലോ, താങ്ക്സ് എന്ന് പറയും. അന്നേരം അത്രയൊക്കെ പറഞ്ഞിട്ട് ഗൗതം, എന്നാൽ ശരി ഞാൻ പോവാന്ന് പറയും. പിങ്കി, ഗൗതം പോകുവാണോ, തിരക്കുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പിന്നെ എനിക്ക് തിരക്കില്ലേ, എനിക്ക് ഓഫീസിൽ പോകണമെന്ന് പറയും. അന്നേരം പിങ്കിക്ക് ചെറിയൊരു പരിഭവം. അന്നേരം പിങ്കി പറയുവാണ്, അപ്പം വെറുതെ വന്നേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയും, അല്ല, ഞാൻ വന്നത് പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയാനാണ്, ഇപ്പം പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുവാണ് എന്ന് പറയും. അന്തേക്കും പിങ്കി, അതിന് ആവശ്യമില്ലെന്ന് ആരാ പറഞ്ഞത്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറയും. അന്നേരം ഗൗതം ചോദിക്കും, ഈ രാവിലെയോ, ഇത്ര രാവിലെ ഐസ്ക്രീമോ എന്ന് ചോദിക്കും. അദ്ദേഹം പറയുവാണ്, പിന്നല്ലാണ്ട് നിങ്ങളുടെ മകൻ അകത്ത് കിടന്ന് ഇങ്ങനെ ഓരോന്ന് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അന്നേരം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടേ, അവനിപ്പോൾ ഐസ്ക്രീം കഴിക്കണം എന്നാണ് പറയുന്നത്, അന്നേരം മേടിച്ച് കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയും, ഓഹോ അങ്ങനെയാണോ, ആയിക്കോട്ടെ, ഐസ്ക്രീം അല്ലേ, അത് ഞാൻ മേടിച്ച് തന്നേക്കാം, ഡൺ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗൗതം പോവുകയാണ്. അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലായി. പിങ്കി കണ്ണാടി പോയി പിങ്കിയോട് തന്നെ സംസാരിക്കുവാണ്, എന്നാലും പിങ്കി, നീ ഒരു സാമർത്ഥ്യക്കാരി തന്നെയാണ്, നിൻ്റെ ആഗ്രഹങ്ങളിലൂടെ നീ ഗൗതത്തിലോട്ട് അടുക്കുന്നുണ്ടല്ലോ, ഗൗതത്തെ നിന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് എന്നിങ്ങനെ തന്നെത്താനെ പുകഴ്ത്തുവാണ്. പിന്നെ കാണിക്കുന്നത് വല്യമ്മയാണ്. വല്യമ്മ കയ്യിൽ ഒരു സ്വർണ്ണ ചെയിനൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ലക്ഷ്മി വരും. എന്നിട്ട് ലക്ഷ്മി ചോദിക്കും, ഇതെന്താ ഏട്ടത്തെ കയ്യിൽ, സ്വർണ്ണമാലയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് സ്വർണ്ണമാലയൊന്നുമല്ല, പൊന്നരഞ്ഞാണോ ആണ് എന്ന് പറയും. അതിന് കാട്ടിക്ക് എന്ന് പറഞ്ഞ് നോക്കും. എന്നിട്ട് ഇത് ഒരുപാട് പഴക്കമുള്ളതാണല്ലോ എന്ന് പറയുമ്പം, ഒരുപാടെന്നല്ല, 24 വർഷം പഴക്കമുള്ളതാണ് എന്ന് പറയും. അന്നേരം ഇത് പ്രിയയുടെ ആണോ എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം പ്രിയയുടെ ഒന്നുമല്ല, പ്രിയയുടെ അരഞ്ഞാണോ ഒക്കെ മാറ്റി ഞാൻ വേറെ മേടിച്ചായിരുന്നു, ഇത് പ്രിയയുടെ അല്ല, ഞങ്ങൾക്കൊരു മോൻ ഉണ്ടാകുവാണെങ്കിൽ അവന് കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ പണിയിച്ച് വെച്ചിരുന്നതാണ് എന്ന് പറയും. എന്നിട്ട് വിഷമത്തോടെ പറയുന്നുണ്ട്, രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ വല്യമ്മ, അതിനുശേഷം അത് അബോഷനായി പോയി, അതിനിടയ്ക്കാണല്ലോ നമ്മുടെ സുജാതയായിട്ടുള്ള റിലേഷനൊക്കെ വരുന്നതും കുറേ പ്രശ്നങ്ങളാകുന്നതും. ആ സങ്കടത്തിൽ പിന്നീട് വേറെ കാര്യങ്ങളൊന്നും നടന്നില്ല, അന്ന് തൊട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇനി ഇത് ഗൗതത്തിൻ്റെ കുഞ്ഞിനാണ്, ഗൗതത്തിനുണ്ടാകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നമ്മുടെ അർജുനെ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ ഫോട്ടോയൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കാണുന്നതെങ്കിൽ ലക്ഷ്മിക്ക് ആകെ സങ്കടം. എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടത്തി എനിക്കിപ്പോൾ ആഗ്രഹിക്കാൻ പേടിയാണ്, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും, പക്ഷേ ഈശ്വരൻ എന്താണ് നമുക്ക് വേണ്ടി കാത്തു വെച്ചേക്കുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ പിങ്കി ആണെങ്കിൽ ഗൗതത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അന്നേരം നോക്കുമ്പം ഗൗതം വരുന്നു, കയ്യിൽ 2 ഫ്ലേവർ ഐസ്ക്രീമൊക്കെ ആയിട്ട്. ഭയങ്കര സന്തോഷം പിങ്കിക്ക്. അന്നേരം ഇത്ര പെട്ടെന്ന് ഗൗതം ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കും. അന്നേരം പിങ്കിയോട് ഗൗതം പറയുവാണ്, പിന്നെ വരാണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഒരാഗ്രഹം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് ഗൗതം പറയുന്നു. അന്തേക്കും പിങ്കി, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി, ഗൗതത്തിൻ്റെ നാവുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ഗൗതം, അത് ഒരു സത്യമായ കാര്യമല്ലേ, അത് ഞാൻ നിഷേധിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, ഇതിലേതാ ഞാൻ കഴിക്കേണ്ടതെന്ന് ചോദിക്കും. അന്നേരം പിങ്കിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുകയെന്ന് പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഗൗതത്തിൻ്റെ ഇഷ്ടം ഏതാ ഒന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ, എനിക്ക് വാനിലയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ, എങ്കിലും ഞാനും അതേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കഴിക്കുവാണ്. 2 വാ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഗൗതം ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ നോക്കി നിൽക്കുവാണല്ലോ. അന്നേരം ഗൗതത്തിന് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണം എന്ന് പറയും. ഗൗതത്തിൻ്റെ വായിലും വെച്ച് കൊടുക്കും. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ ഗൗതത്തിന് വിഷമമൊന്നും ഇല്ലേന്ന്. അന്നേരം ഗൗതം പറയുവാണ്, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, പിങ്കി
പിങ്കി അന്യൊന്നും അല്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. ഭയങ്കര സന്തോഷത്തോടെ പിങ്കി പതിയെ ഗൗതത്തിൻ്റെ നെഞ്ചിലോട്ട് ചാരുന്നു. ഗൗതം ചേർത്ത് പിടിക്കുന്നു. ഇത് ഇത്രയും സ്വപ്നമായിരുന്നു കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഗൗതം വരുമെന്നോർത്ത് അന്നേരം റൂമിലേക്ക് നമ്മുടെ നന്ദ കയറി വരുന്നു. അന്നേരം നന്ദയെ കാണുന്നത് ഭദ്രകാളിയെ പോലെ പെട്ടെന്ന് മുഖമൊക്കെ അങ്ങ് മാറും. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട്, അല്ല പിങ്കിയല്ലേ ഗൗതം സാറിനോട് പറഞ്ഞു വിട്ടേ ഐസ്ക്രീം വേണമെന്ന്, അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നതാണ്. പിങ്കിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന് ഗൗതം സാറ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കൊണ്ട് വന്നതാണെന്ന് പറയുന്നത് ഭയങ്കര ഗൗരവത്തിൽ. ഇതേതാ ഫ്ലേവർ എന്ന് ചോദിക്കും. അന്നേരം ഇത് വാനില മേടിച്ചുകൊണ്ട് വന്നെന്നല്ലേ ഗൗതം സാറിനോട് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് വാനില തന്നെ ഞാൻ മേടിച്ചു എന്ന് പറയും. അന്നേക്കും പിങ്കി, എനിക്കിപ്പം വാനില കഴിക്കാൻ തോന്നുന്നില്ല, ചോക്ലേറ്റ് കഴിക്കാനാണ് തോന്നുന്നത്, അതുകൊണ്ട് നീ ഇതങ്ങ് കൊണ്ടുപോയിക്കോ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ വെച്ച് കാച്ചുവാണ്. ഇനിയിപ്പം എനിക്ക് അടുത്ത ഫ്ലേവർ വേണം എന്നൊന്നും നീ ഗൗതത്തെ വിളിച്ച് പറയുമൊന്നും വേണ്ട, ഞാൻ തന്നെ ഗൗതത്തെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയും. അന്നേരം നന്ദ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ, ഗൗതം സാറിനോട് നീ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല ഗൗതം സാർ, അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊരു മുൻകരുതലെടുത്തു, നിനക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ വേണ്ടേ, അതും ഞാൻ തരാം എന്ന് പറയും. എന്നിട്ട് പവിത്രയെ വിളിക്കും. പവിത്ര പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഒരു കവറുമായിട്ട്, അതിൽ നിന്നൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. ഇപ്പം നിൻ്റെ ആഗ്രഹം സാധിച്ചില്ലേ, ഞാനിതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് പറയും. അന്നേക്കും പിങ്കിക്ക് അങ്ങ് ദേഷ്യം അരച്ചു വരുവാണേ. അന്നേരം പിങ്കി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇതും കഴിക്കാൻ തോന്നില്ല, എനിക്ക് സ്ട്രോബെറിയാണ് കഴിക്കാൻ തോന്നുന്നത്, എന്താ നിനക്കിപ്പോൾ തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം പവിത്രയുടെ കയ്യിലുള്ള ആ കവർ എടുത്ത് കയ്യിലോട്ട് കൊടുക്കും പിങ്കിയുടെ. എന്നിട്ട് പറയുന്നുണ്ട്, നിലവിൽ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഫ്ലേവർ ഐസ്ക്രീമും ഇതിൻ്റെ അകത്തുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഏതായാലും കുഞ്ഞിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും അമ്മ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ അമ്മയായ ഞാൻ സാധിച്ചു തന്നിരിക്കും, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ എന്ന് പറയും. എന്നിട്ട് ആദ്യത്തെ 2 ഫ്ലേവർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് പവിത്രയുടെ കൈ കൊടുത്തിട്ട് പറയും, ഇത് നീ കഴിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോവുക. പുറകെ പവിത്ര ഇറങ്ങിപ്പോവും. എന്നിട്ട് പവിത്ര തിരിച്ച് കയറി വന്നിട്ട് പറയും, അതെ പിങ്കി ചേച്ചി, ഇത് മൊത്തം കഴിക്കുമൊന്നും വേണ്ട കേട്ടോ, മിച്ചം ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേരെ, ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിച്ചോളാം ബാക്കിയും കൂടെ, ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനാ കൂടെ പോയത്, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പവിത്രം കൊണ്ട് പോകും. ദേഷ്യപ്പെട്ട് കലി തുള്ളി നിൽക്കുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.